നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏറ്റവും സുന്ദരമായ മനുഷ്യജീവിതം. 100 വയസ്സുവരെ ജീവിക്കാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടായാൽ എത്ര ദിവസമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുക? 36,500 ദിവസം മാത്രമാണ്. 100 വയസ്സുവരെ ജീവിച്ചാൽ 36,500 ദിവസങ്ങളുണ്ട്. അതിൽ കുട്ടിക്കാലം ഒരു വിധത്തിൽ മാറ്റിവെക്കേണ്ടതായി വരും. പലരുടെയും 70ഉം 80ഉം എല്ലാം കഴിഞ്ഞുള്ള ജീവിതം അതും ഇപ്പോൾ അതിനിടയിലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ ഒരു 10,000-10,000 ദിവസങ്ങൾ മാത്രമേ നമുക്ക് മനുഷ്യൻ എന്ന ആർജവത്തോടെ ജീവിക്കാൻ കഴിയുന്നുള്ളൂ. അതിൽ തന്നെ പകുതി ഉറങ്ങിക്കളയണം. കുളി, പല്ലുതേപ്പ് തുടങ്ങിയിട്ടുള്ള നിത്യകർമ്മങ്ങളും പിന്നെ തൊഴിൽ എന്ന് പറഞ്ഞ് ബാധ്യതയായി കൊണ്ടു നടക്കുന്ന പണത്തിനു വേണ്ടി മാത്രമുള്ള, അവസാനം നമ്മൾ നോക്കിയാൽ ഒരു മനുഷ്യൻ എന്ന ആർജവത്തോടെ ജീവിച്ച് ഞാനും ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്തു എന്ന് പാദമുദ്ര പതിപ്പിച്ച്, അല്ലായെങ്കിൽ തിരിഞ്ഞു നോക്കി എല്ലാം പൂർത്തിയായിരിക്കുന്നു, സഫലമായിരിക്കുന്നു. മനുഷ്യനെന്ന മഹനീയ ജന്മം മൃഗത്തേക്കാൾ അധപ്പതിച്ച രീതിയിലല്ല ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ മഹത്വത്തിന് ചേരുന്ന ഒരു ജീവിതം എനിക്ക് സാധിച്ചു എന്ന് പറയാൻ ആർക്ക് സാധിക്കും? എങ്ങനെ സാധിക്കും? പ്രകൃതി ജീവനത്തിലൂടെ ചൊറി മാറ്റാൻ മാത്രം പ്രകൃതി ചെയ്യുന്നവരുണ്ട്, പ്രമേഹം മാറ്റിയെടുത്ത് ജീവിക്കുന്നവരുണ്ട്, ക്യാൻസർ മാറ്റിയെടുത്ത് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അതിനെല്ലാം ഉപരിയായി ജീവിതത്തെ ഏറ്റവും സുന്ദരമായി അണിയിച്ചൊരുക്കി ഏറ്റവും മനോഹരമായൊരു ജീവിതം നമുക്കുണ്ടാവണം. നാം ഈ ഭൂമിയിൽ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കണം, അറിഞ്ഞ് ജീവിക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതമാകുന്ന പേടകത്തിനുള്ളിൽ ധന്യമായ കർമ്മങ്ങളാൽ, സത്ചിന്തകളാൽ, സദ്വാക്കുകളാൽ, സദ്ഭാഷണങ്ങളാൽ, സത്പ്രവർത്തികളാൽ എത്ര നിറയ്ക്കാൻ സാധിക്കുമോ അത്രയും നിറയ്ക്കാൻ നമുക്ക് സാധിക്കണം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ കടന്നു പോകുന്നൊരു നിമിഷം നമ്മെ ശപിക്കും. നല്ല കാര്യങ്ങൾക്ക് സാധ്യതയില്ലാതെ പോകുന്നൊരു ദിവസം വൃഥാവിലാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോകുന്നൊരു ജീവിതം അത് നിറം കെട്ടതാണ്, ശപിക്കപ്പെട്ടതാണ്. അപ്പം നമ്മുടെ ജീവിതത്തെ കുറെ കൂടെ ആനന്ദകരമാക്കാനും ആസ്വാദ്യകരമാക്കാനും മനോഹരമാക്കാനും എങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ പ്രകൃതി ജീവനം ആ ഒരു ലക്ഷ്യത്തെ, അതിലേക്ക് കഴിയുന്നത്ര ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഒരു ചികിത്സകൻ, ഒരു ചികിത്സാ കേന്ദ്രം നടത്തേണ്ട കുറേ മാമൂൽ രീതികളുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ കൂടെ പ്രകൃതി ജീവനത്തിൻ്റെ പാതയിൽ നേച്ചർ ലൈഫ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് നന്ദി പറയേണ്ടത് മഹാത്മാഗാന്ധിയുടെ, നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഒരു മുഴക്കോല് നമ്മുടെ കയ്യിലുണ്ട്. അത് ക്രിസ്തുവും ഗൗതമ ബുദ്ധനും നബിതിരുമേനിയും മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഒക്കെ തന്നിരിക്കുന്നൊരു മുഴക്കോലാണ്. എന്ത് ചെയ്യുമ്പോഴും അത് ഏറ്റവും ദരിദ്രനായ മനുഷ്യന് എങ്ങനെയാണ് എന്നൊന്ന് ആലോചിക്കുക. അവനെന്ത് മെച്ചം? അവന് ദ്രോഹമാകുമോ? ആ ഒരു മുഴക്കോല് വെച്ചിട്ടാണ് ഒരലോപ്പതി ആശുപത്രി നടത്താൻ ക്രിസ്തുവിന് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ നിന്ന് ചോദിച്ചത്.
ക്രിസ്തുവിന് നടത്താൻ കഴിയുമോ ഒരു അലോപ്പതി ആശുപത്രി? എലിയെ കൊല്ലുക, പൂച്ചയെ കൊല്ലുക, പ്രാണിയെ കൊല്ലുക, വവ്വാലിനെ കൊല്ലുക. കൊല്ലുക എന്ന് പറയുന്ന കൊലപാതക സിദ്ധാന്തം ഇവിടെ അഹിംസയുടെ, ഇവിടെയാണ് നേച്ചർ ലൈഫിൻ്റെ പ്രകൃതി രീതികളും അല്ലെങ്കിൽ പ്രകൃതി ചികിത്സാ രീതിയും മറ്റ് ചികിത്സകളും തമ്മിൽ ആദ്യത്തെ ഒരു വ്യത്യാസം വരുന്നത്. 100% അഹിംസാത്മകമായ സമീപനം, ഒന്നിനെയും കൊല്ലാതെ, ഒന്നിനെയും ദ്രോഹിക്കാതെ, സ്നേഹിച്ചുകൊണ്ടുള്ളൊരു സമീപനം. അവിടെയാണ് മദ്യത്തെ നമ്മൾ ശക്തമായിട്ട് എതിർക്കുന്നത്. പ്രകൃതി ചികിത്സ ചെയ്യുന്നവർ മദ്യത്തെ എതിർക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്കയിലെ സർജൻ ജനറൽ പറയുന്നുണ്ട്, ഈയിടയ്ക്കൊരു പ്രസ്താവന നൽകിയിരുന്നു, മദ്യം ക്യാൻസർ ഉണ്ടാക്കും. ചികിത്സിക്കുന്നവർക്ക് സന്തോഷമാണ്. ഒരാൾക്ക് ക്യാൻസർ പിടിച്ചു കഴിഞ്ഞാൽ വരുമാനം 10 ലക്ഷം, 50 ലക്ഷം, 1 കോടിയൊക്കെയാണ്. പക്ഷെ അതല്ലാതെ രോഗങ്ങളില്ലാത്ത സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മുന്നോട്ട് പോകുന്ന നമുക്ക് മദ്യത്തെയും മയക്കുമരുന്നിനെയും ഒക്കെ എതിർത്തേ മതിയാകൂ. സമൂഹത്തിലെ അനാചാരങ്ങൾ, അനാരോഗ്യകരമായ പ്രക്രിയകൾക്കെതിരെ പോരാടിയേ പറ്റൂ. അതുകൊണ്ടാണ് ഒക്ടോബർ 23 തിരുവനന്തപുരത്ത് ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ മുൻപാകെ ശുദ്ധമായ ആഹാരത്തിന് വേണ്ടി ഒരു സത്യാഗ്രഹം നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ വേദി അത് തീരുമാനിക്കണം. നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്ന, ഞങ്ങൾ 19 പേര് പോയി അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത് ഇവർക്ക് വേറെ തൊഴിലില്ല, അല്ലെങ്കിൽ തലക്ക് അസുഖമാണെന്നേ പറയൂ. പക്ഷേ കേരളത്തിൽ നിന്ന് 1000, 2000, 5000 പേരാണതിൽ പങ്കെടുക്കുന്നതെങ്കിൽ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ സർക്കാരുകൾക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് നമ്മൾ പറയുന്ന പ്രകൃതി ജീവനം എന്താണ്? ഈ പ്രകൃതി ജീവനം അത് നമ്മുടെ മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, സമൂഹത്തിൻ്റെ എല്ലാം ഭാഗത്ത് വരേണ്ട ചലനങ്ങളാണ്, മാറ്റങ്ങളാണ്. അതുകൊണ്ട് ഒരു നിമിഷം തുടർന്നുള്ള ഈ പരിപാടികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ണടച്ച് തൻ്റെ തന്നെ ജീവിതത്തെ കൂടുതൽ കരുത്തുള്ളതാക്കാൻ, കൂടുതൽ സുന്ദരമാക്കാൻ, ഒരു നിമിഷം പോലും വെറുതെ കളയാതെ ധന്യമാക്കി മുന്നോട്ട് പോകാൻ, സ്ഥൂലത കളഞ്ഞ്, പ്രകൃതി ചികിത്സയിൽ നമ്മൾ ചെയ്യുന്നത് ആവശ്യമില്ലാതെ കൊണ്ടു നടക്കുന്ന ശരീരത്തിലെ സ്ഥൂലത, അമിതവണ്ണം, അതെല്ലാം കുറയ്ക്കാനുള്ള നടപടികളാണ്. അതുകൊണ്ട് ചിന്തയിലെ, വാക്കുകളിലെ, പ്രവർത്തികളിലെ സ്ഥൂലത കൂടെ മാറ്റി സുന്ദരമായത് തന്നെ അവശേഷിക്കുന്ന ഒരു തീരുമാനമെടുക്കുക. എനിക്ക് കഴിയുന്നത്ര മാറ്റങ്ങൾ, ആരോഗ്യകരമായ മാറ്റങ്ങൾ, ഗുണകരമായ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിരിക്കും.